സ്വവർഗ വിവാഹങ്ങൾ ആശീർവദിക്കുവാൻ കത്തോലിക്ക സഭ തീരുമാനമെടുത്തിരിക്കുന്നേ എന്ന് മാധ്യമങ്ങൾ ഞെട്ടി, പൊതുജനത്തെ ഞെട്ടിക്കുന്നു. വിപ്ലവമെന്ന് ചിലർ, വിനാശകരമെന്ന് മറ്റു ചിലർ. ഇതികർത്തവ്യമൂഢരായി ബഹുഭൂരിപക്ഷം. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? കാള പെറ്റു എന്ന് കേട്ടയുടനെ കയറെടുക്കുവാൻ ഓടുന്നവർക്കായി മാത്രം പ്രശസ്ത ദൈവശാസ്ത്ര പണ്ഡിതനായ ജോസഫ് പാണ്ഡ്യപ്പള്ളി അച്ഛന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഇവിടെ ശ്രദ്ധേയമാവുകയാണ്. വത്തിക്കാനിൽ നിന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫിദൂച്ച സുപ്ലിക്കൻസ് എന്ന പ്രഖ്യാപനത്തിന്റെയും അതിനോടുള്ള വിവിധ പ്രതികരണങ്ങളുടെയും പശ്ചാത്തലത്തിൽ 2021 മെയ് 11 ഞാൻ പോസ്റ്റ് ചെയ്ത കുറിപ്പ് ഇന്ന് വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ്. അന്ന് ജർമ്മൻ സഭയെ പലരും ഈ വിഷയത്തിൽ വിമർശിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു കുറിപ്പ് എഴുതിയത്. അന്ന് ജർമ്മൻ, ബെൽജിയം, ഹോളണ്ട് സഭകളിലെ ചില വൈദികർ ചെയ്തിരുന്നത് ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചിരിക്കുന്നു. എന്നാൽ അത് പുതിയ കാര്യമല്ല. സഭയുടെ പഠനമനുസരിച്ച് അനുവദനീയവും പലരും ചെയ്തിരുന്നതുമായ കാര്യവുമാണ്. എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ മാർപ്പാപ്പ എഴുതിയെന്ന് ചോദിച്ചാൽ പലരും തെറ്റിദ്ധാരണയും തെറ്റായ ധാരണകളും പ്രചരിപ്പിച്ചിരുന്നതിനാൽ ക്രിസ്തുവിന്റെ സമീപന രീതിയാണ് സഭയുടെ രീതി എന്ന് കൃത്യമായി മാർപ്പാപ്പ വ്യക്തമാക്കുന്നു എന്ന് മാത്രം. 2021 ഈ വിഷയത്തിലുള്ള എന്റെ കുറിപ്പ് ഞാനിതാ താഴെ കൊടുക്കുന്നു. ജർമ്മൻ സഭ പിളർപ്പിലേക്കോ? സത്യവും മിഥ്യയും. മലയാളത്തിലുള്ള ചില സാമൂഹ്യ മാധ്യമങ്ങളിലും ചില ഓൺലൈൻ ചാനലുകളിലും ചില മലയാളി വൈദികരിലൂടെയും ആധ്യാത്മിക ഗുരുക്കന്മാരിലൂടെയും പ്രചരിച്ച വാർത്തയായിരുന്നു ജർമ്മൻ സഭ പിളർപ്പിലേക്ക് എന്നത്. ആരെയും കുറ്റപ്പെടുത്താനല്ല, സത്യാവസ്ഥ വ്യക്തമാക്കുവാൻ വേണ്ടി കുറിക്കുന്നു. 2021 മെയ് മാസം 10 ജർമ്മനിയിലെ ചില സ്ഥലങ്ങളിൽ നടന്ന സ്വവർഗ അനുരാഗികളുടെ ആശീർവാദവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു വാർത്ത അന്ന് പ്രചരിച്ചത്. എന്താണ് വസ്തുത? കത്തോലിക്ക സഭ സ്വവർഗ വിവാഹം അനുവദിക്കുന്നില്ല. 2021 ഫെബ്രുവരി 22 റെസ്പോൺസം ആഡ് ദൂബിയം എന്ന പേരിൽ സ്വവർഗ അനുരാഗികളായ കത്തോലിക്കരോട് അജപാലനപരമായി എങ്ങനെ പെരുമാറണം എന്നൊരു നിർദ്ദേശം വത്തിക്കാന്റെ വിശ്വാസ തിരുസംഘം നൽകുകയുണ്ടായി. മാർപ്പാപ്പയുടെ അറിവോടെയായിരുന്നു അത്. എന്നാൽ വിശ്വാസ തിരുസംഘത്തിന്റെ ഒരു എഴുത്ത് മാർപ്പാപ്പയുടെ കൽപ്പനയല്ല. അതുകൊണ്ട് മാർപ്പാപ്പയുടെ കൽപ്പന ജർമ്മൻ സഭ ലംഘിച്ചു എന്ന് പറഞ്ഞ് ചേരിതിരിയുന്നതിൽ അർത്ഥവുമില്ല. അങ്ങനെ ഒരു കൽപ്പന മാർപ്പാപ്പ നൽകിയിട്ടുമില്ല. വിശ്വാസ തിരുസംഘത്തിന്റെ എഴുത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? റെസ്പോൺസം ആഡ് ദൂബിയം എന്ന എഴുത്തിലൂടെ കത്തോലിക്ക സഭയുടെ വിശ്വാസ തിരുസംഘം കൂദാശകളായ, കൂദാശ അനുകരണങ്ങളായ സ്വവർഗ അനുരാഗികളുടെ കല്യാണം ആശീർവദിക്കാനാവില്ല എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം സ്വവർഗ അനുരാഗികളെ സഹായിക്കണമെന്നും അംഗീകരിക്കണമെന്നും ഈ രേഖ പറയുന്നുണ്ട്. മാമോദിസയിലൂടെ ലഭിച്ച പ്രസാദവരം നിലനിർത്തുവാൻ പ്രാർത്ഥനയും ആരാധനാക്രമത്തിലുള്ള പങ്കാളിത്തവും ദൈവവചന വായനയും അവർക്ക് ആവശ്യമാണെന്നും അതിൽ പറയുന്നു. അവരെ കൂദാശ അനുകരണങ്ങൾ എന്ന നിലയിൽ ആശീർവദിക്കുവാനാവില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും സ്വവർഗ അനുരാഗികളെ വ്യക്തി എന്ന നിലയിൽ ആശീർവദിക്കുന്നത് സഭ അംഗീകരിക്കുന്നുവെന്നും പറയുന്നു. അതിന് കൃത്യമായൊരു ക്രമം ഇതുവരെ ഇല്ല എന്നും കുറിച്ചിരിക്കുന്നു. വെഞ്ചിരിപ്പുകൾക്ക് വിവിധ ക്രമങ്ങൾ സഭ നൽകിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ സ്വവർഗ വിവാഹം അനുവദിക്കുന്നുണ്ട്. ചില ക്രൈസ്തവ സഭകൾ സ്വവർഗ വിവാഹം അനുവദിക്കുന്നു. എന്നാൽ ഇത്തരം ക്രൈസ്തവ സഭകളും ഗവൺമെന്റുകളും വിവാഹത്തെ ഒരു കൂദാശയായി അംഗീകരിക്കുന്നില്ല. വേർപിരിവാൻ അനുവാദമുള്ള ഒരു ധാരണയും ഉടമ്പടിയും മാത്രമാണ് അവർക്ക് വിവാഹം. കത്തോലിക്കർക്ക് വിവാഹം ഒരു കൂദാശയാണ്. വിവാഹമോചനം കത്തോലിക്കർക്ക് അനുവദനീയമല്ല. വിവാഹമോചിതരെ സഭ സ്നേഹത്തോടെ പരിചരിക്കുന്നുണ്ടെങ്കിലും ജർമ്മനിയിലെ ഒരു പ്രൊട്ടസ്റ്റന്റ് സഭ സ്വവർഗ അനുരാഗികളുടെ കല്യാണത്തെ അംഗീകരിക്കുന്നതുകൊണ്ട് ജർമ്മനിയിലെ പ്രൊട്ടസ്റ്റന്റ് മനോഭാവമുള്ള ഏതോനും കത്തോലിക്കർ അത് ശരിയാണെന്ന് ചിന്തിക്കുന്നു. കൂദാശകളും കൂദാശ അനുകരണങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവരിൽ പലരും വിസ്മരിക്കുന്നു. കൂദാശ അനുകരണങ്ങളല്ലാതെ വ്യക്തികളായി അവരെ ആശീർവദിക്കാമെന്ന് വിശ്വാസ തിരുസംഘം പറഞ്ഞത് അവരും മാധ്യമങ്ങളും പൂർണ്ണമായും അവഗണിച്ചു. മലയാളത്തിലെ ചില ഓൺലൈൻ ചാനലുകൾ പറയുന്നത് പോലെ സ്വവർഗ വിവാഹം കൂദാശയെ ആശീർവദിക്കണമെന്ന് പറയുന്ന കത്തോലിക്ക മെത്രാന്മാർ ആരും ഇന്ന് ജർമ്മനിയിലില്ല. സ്വവർഗ വിവാഹം കൂദാശയെ ആശീർവദിക്കണമെന്ന് പരസ്യമായി പറയുന്ന കത്തോലിക്കരായ പുരോഹിതരെ ജർമ്മനിയിൽ കണ്ടെത്തുന്നതും പ്രയാസമാണ്. ഇങ്ങനെ ഒരു ആശീർവാദം ഇന്ന് വരെ ജർമ്മനിയിൽ നടന്നിട്ടുമില്ല. കാരണം പുരോഹിതന്റെ ആശീർവാദം മാത്രമല്ല, അതിനാവശ്യമായ മറ്റ് ക്രമചട്ടങ്ങളും വിവാഹത്തിന് കത്തോലിക്ക സഭയിൽ പാലിക്കേണ്ടതായുണ്ട്. അതിലൊന്നാണ് കുടുംബമായി രജിസ്റ്റർ ചെയ്യുന്നത്. വിവാഹം എന്ന കൂദാശയുടെ കാർമ്മിയൻ പുരോഹിതനല്ല എന്ന് മനസ്സിലാക്കണം. പള്ളിയിലെ ചടങ്ങിന് മുമ്പ് നടക്കേണ്ട ചില കർമ്മങ്ങളുണ്ട് വിവാഹം സാധു ആകുന്നതിന്. പലർക്കും ഈ വ്യത്യാസവും ക്രമങ്ങളുടെ എണ്ണവും അറിയാത്തത് കൊണ്ടാവാം തെറ്റിദ്ധാരണാജനകമായ ആശയങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. കൂദാശ അനുകരണങ്ങളായ ആശീർവാദങ്ങൾ പോലും സ്വവർഗ അനുരാഗികളെ പലരും ആവശ്യപ്പെടുന്നില്ല. പ്രാർത്ഥനയും അനുഗ്രഹവും ആശീർവാദവുമാണ് ആവശ്യപ്പെടുന്നത്. സഭ അത് നൽകുവാൻ തയ്യാറാണെന്ന് വിശ്വാസ തിരുസംഘം വ്യക്തമായി പറയുന്നുണ്ട്.
ജർമ്മൻ ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് ബാറ്റ സിംഗ് പറഞ്ഞത് ആശീർവദിക്കുന്ന കാര്യത്തിൽ പുരോഹിതർ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ്. അതേസമയം പ്രതിഷേധ സൂചകമായി ഇത്തരം ആശീർവാദങ്ങൾ ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും വ്യക്തി എന്ന നിലയിൽ ആശീർവദിക്കാമെന്ന് വിശ്വാസത്തിന്റെ സംഘം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ബാറ്റ് സിംഗിന്റെ നിർദ്ദേശത്തിൽ തത്വത്തിൽ യാതൊരുവിധ വൈരുദ്ധ്യതയും സഭാപഠനങ്ങളുടെ ലംഘനവുമില്ല. വിശ്വാസ തിരുസംഘത്തിന്റെ നിർദ്ദേശങ്ങൾ അജപാലനപരമായി വിവേകപൂർവ്വം അനുവർത്തിക്കണമെന്ന് നിർദ്ദേശിച്ചതായി അതിനെ വ്യാഖ്യാനിക്കാം. ആശീർവദിക്കണമെന്ന് പറയുന്നതും കൗദാശികമായി ആശീർവദിക്കണമെന്ന് പറയുന്നതും കൂദാശ അനുകരണമായി വെഞ്ചരിക്കണമെന്ന് പറയുന്നതും കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതും ഹനാൻ വെള്ളം തളിച്ച് വെഞ്ചരിക്കണമെന്ന് പറയുന്നതും തലയ്ക്ക് പിടിക്കണമെന്ന് പറയുന്നതും പുരോഹിതന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ആശീർവാദവും ചോദിച്ചു വരുന്നവർക്ക് അത് കൊടുക്കണമെന്ന് പറയുന്നതും ഒന്നല്ല, വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളാണ്. കത്തോലിക്ക സഭയിലെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷയുടെ മാനങ്ങൾ അറിയാതെ തെറ്റിദ്ധാരണകൾ പരത്തുന്നത് ശരിയല്ല. ഇത്തരം തെറ്റിദ്ധാരണകളെയും തെറ്റായ വ്യാഖ്യാനങ്ങളുടെയും പേരിൽ ജർമ്മനി പ്രതിഷേധമുണ്ടെന്നത് ശരി തന്നെ. ഒപ്പുശേഖരനവും പ്രതിഷേധ പ്രകടനവും നടന്നുവെന്നത് ശരിയാണ്. എന്നാൽ അതിന്റെ പേരിൽ അമിതമായ ഉത്കണ്ഠയ്ക്ക് കാര്യവുമില്ല. വിശ്വാസ തിരുസംഘം പറയുന്നത് പോലെ പാപത്തെയല്ല ആശീർവദിക്കുന്നത്, പാപികളെയാണ്. മാർപ്പാപ്പ പോലും എന്നും കുർബാനയ്ക്കിടയിൽ താൻ പാപിയാണെന്ന് ഏറ്റു പറയുന്നു. അതാണ് ക്രൈസ്തവ പാരമ്പര്യം. എല്ലാവർക്കും ദൈവത്തിന്റെ കൃപയും കാരുണ്യവും ആവശ്യമാണ്. ആരും പൂർണ്ണരല്ല. ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല അക്രൈസ്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ ചില കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ചില നിബന്ധനകളും ഉണ്ട് എന്ന് മാത്രം. ഉത്തരം കൊടുക്കേണ്ട അവരുടെ ചോദ്യങ്ങൾ ഇതാണ്: വീട്, കട, ഫാക്ടറി പോലുള്ള കെട്ടിടങ്ങൾ, കൊന്ത, കുരിശു പോലുള്ള വസ്തുക്കൾ, കാർ, പണിയായുധങ്ങൾ തുടങ്ങിയവ കത്തോലിക്ക പുരോഹിതർ വെഞ്ചരിക്കുന്നുണ്ടല്ലോ. കുട്ടികളെ, രോഗികളെയും പ്രായമായവരെയും ആശീർവാദം ചോദിക്കുന്നവരെയും എപ്പോൾ വേണമെങ്കിലും ആശീർവദിക്കുന്നു. അടുക്കള മുതൽ കിടപ്പുമുറി വരെയും കുഴിമാടങ്ങൾ മുതൽ കക്കൂസ് വരെയും പുരോഹിതർ വെഞ്ചരിക്കുന്നു. പട്ടിയെയും പന്നിയെയും കെട്ടിടവും കാറും ബസ്സും തോക്കും യുദ്ധവിമാനങ്ങളും ആശീർവദിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഒരു മനുഷ്യനെ ആശീർവദിക്കുന്നത് വെഞ്ചരിക്കുന്നത് വിലക്കുന്നുവെന്നവർ ചോദിക്കുന്നു. കർഷകർ താമസിക്കുന്ന ചില സ്ഥലങ്ങളിൽ കുർബാനയ്ക്ക് മുമ്പ് കന്നുകാലികളെ പ്രദക്ഷിണമായി കൊണ്ടുപോകുന്ന പതിവും പശുക്കൂട്ടങ്ങളെ വെഞ്ചരിക്കുന്ന പതിവും പശുക്കൂട്ടങ്ങളുടെ മുൻപിൽ കുർബാന ചൊല്ലുന്ന പതിവ് പോലും ജർമ്മനിയിലുണ്ട്. നല്ല കറവിയും മെഴുത്ത് കൊഴുത്ത് ഇഷ്ടം പോലെ ഇറച്ചിയും കിട്ടണേ എന്നാണ് പ്രാർത്ഥന. എങ്കിൽ പിന്നെ രണ്ട് മനുഷ്യരെ വെഞ്ചരിക്കുന്നതിലും ആശീർവദിക്കുന്നതിലും എന്താണ് തെറ്റ് എന്ന് ഭൂരിപക്ഷം പ്രതിഷേധക്കാരും ചോദിക്കുന്നു. സ്വവർഗ അനുരാഗികളുടെ മുൻവിധി അരുതെന്നും സമൂഹത്തിൽ അവർ വിവേചിക്കപ്പെട്ടവരാണെന്ന് മാർപ്പാപ്പ തന്നെ പറയുന്നു. പഠനമനുസരിച്ച് അവരിൽ 1/3 പേർ ജോലി സ്ഥലങ്ങളിൽ അവഗണനയും വിവേചനവും അനുഭവിക്കുന്നവരാണ്. സഭ അവർക്ക് അനുഗ്രഹവും പ്രാർത്ഥനയും ആശീർവാദവും വ്യക്തി എന്ന നിലയിൽ നിഷേധിക്കുന്നില്ല. മലയാളത്തിൽ ഇതൊരു വിഷയമാക്കിയവർ സത്യാവസ്ഥ മറന്നു. കേരളത്തിൽ ഇതൊരു വിഷയമാക്കുക വഴി ക്രൈസ്തവ വിരോധികളെ പലർക്കും അടിക്കാൻ നമ്മൾ നല്ലൊരു വടി കൊടുത്തു. പ്രശ്നങ്ങളെ പെരുപ്പിക്കുക വഴി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇന്ന് കേരളത്തിലെ സഭയുടെ പ്രശ്നങ്ങൾ ഇതിലും കുറവൊന്നുമല്ല എന്ന് മറക്കരുത്. എന്തെല്ലാം അപവാദങ്ങളായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. സ്വന്തം അടുക്കള കത്തുമ്പോഴും അയൽപക്കത്തെ അടുപ്പിലെ തീ ചൂണ്ടിക്കാട്ടി അവിടെ തീ പിടിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിലും ഒരു സുഖമുണ്ടല്ലോ. ജർമ്മൻ സഭയിൽ പ്രശ്നങ്ങളും കൊള്ളരുതായ്മകളും ഇല്ലെന്നല്ല ഇതിനർത്ഥം.